പകുതി വിലയ്ക്ക് ഇരുചക്രവാഹനം നൽകാമെന്ന് വിശ്വസിപ്പിച്ച് പണം കൈപ്പറ്റിയിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും വാഹനം നൽകിയില്ല. പറവൂർ ജനസേവാ സമിതി ട്രസ്റ്റിന് മുന്നിൽ പ്രതിഷേധം. പകുതി വിലയ്ക്ക് ഇരുചക്രവാഹനങ്ങൾ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് പകുതി വില ഈടാക്കിയ ശേഷം മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇരുചക്രവാഹനങ്ങൾ ലഭ്യമാകാത്തതിനെ തുടർന്നാണ് സ്ത്രീകളടക്കമുള്ളവർ പറവൂർ ടൗൺ ഹാളിന് പുറകുവശത്ത് പ്രവർത്തിക്കുന്ന ജനസേവാ സമിതി ട്രസ്റ്റ് ഓഫീസിലെത്തി പ്രതിഷേധിച്ചത്. പ്രതിഷേധം ശക്തമായതോടെ പോലീസെത്തി രംഗം ശാന്തമാക്കാൻ നോക്കിയെങ്കിലും ഇവരാരും പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല. ഇരുചക്രവാഹനങ്ങൾ നൽകാമെന്ന് പറഞ്ഞ് 2200-ലധികം പേരിൽ നിന്നും കോടികളാണ് ഇവർ കൈപ്പറ്റിയത്. ഒരാളിൽ നിന്നും 52,000 മുതൽ 66,000 വരെ ഈടാക്കിയതായി പോലീസ് പറഞ്ഞു. സർവീസ് ചാർജായി 3,000 രൂപയും സംഘം കൈപ്പറ്റിയിരുന്നു. നാഷണൽ ഇന്ത്യ കോൺഫെഡറേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാന തലത്തിൽ രൂപീകൃതമായ സത്യസായി ഓർഫനേജ് ട്രസ്റ്റിന്റെ കീഴിലുള്ള ഏജൻസി എന്ന നിലയിലാണ് പറവൂരിലെ ജനസേവാ സമിതി ട്രസ്റ്റ് പ്രവർത്തിച്ചു വന്നിരുന്നത്. ട്രസ്റ്റിന്റെ തലപ്പത്തുള്ള മൂവാറ്റുപുഴ സ്വദേശി അനന്തകൃഷ്ണനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പറവൂരിലെ ചൈതന്യ ആശുപത്രി ഉടമ ഡോക്ടർ മധു ചെയർമാനും CG മേരി ജനറൽ സെക്രട്ടറിയുമായ 3-അംഗ ട്രസ്റ്റിൽ ഡോക്ടർ പ്രവീൺ പയ്യാണ് ഖജാൻജി. പ്രമുഖ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ CSR ഫണ്ട് ലഭിക്കാൻ താമസം നേരിട്ടതാണ് പദ്ധതി മുടങ്ങാൻ കാരണമെന്നാണ് ട്രസ്റ്റ് ഭാരവാഹികളുടെ വിശദീകരണം. വുമൺ ഓൺ 2 വീലർ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഇതിലാണെന്നാണ് ഞങ്ങളോട് പറഞ്ഞു ഫലിപ്പിച്ചിരിക്കുന്നത്. ഇപ്പൊ തന്നെ ഇവിടെ ഒരു ഫ്ലക്സ് ബോർഡ് കാണാം. അതിൽ ഉദ്ഘാടനം ചെയ്യുന്ന ശ്രീമാൻ ഹൈബി ഈഡൻ MP ആണ്. ഇതുപോലെ ഓരോ സ്ഥലത്തും സമൂഹത്തിലെ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആൾക്കാരെ മുമ്പിൽ നിർത്തിയാണ് ഇവരിങ്ങനെ ഉദ്ഘാടനമൊക്കെ നടത്തുന്നത്. ഇപ്പോൾ എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ ഞാൻ മരടിലാണ് പോയത്. ഈ മരടിൽ പോയ സമയത്ത് അവിടെ ഒരു 100 വണ്ടി അല്ലെങ്കിൽ ഒരു 200 വണ്ടി ഇവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 200 വണ്ടി കൊടുക്കുന്ന സമയത്ത് ഇവരൊരു 1000-2000-ഓളം അപേക്ഷകരെ പുതിയതായിട്ട് അവിടുന്ന് സ്വീകരിക്കുന്നുണ്ട്. ഇങ്ങനെ ഈ 2000 അപേക്ഷകരെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇവർ അടുത്ത സ്ഥലത്തും കൊടുക്കുന്നത് ഒരു 100-200 പേർക്കായിരിക്കും. വീണ്ടും അവരവിടുന്ന് 100-2000 പേരെ അപേക്ഷ സ്വീകരിക്കുകയും വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് പോയിട്ട് ഇങ്ങനെ ചെയ്യുകയും ചെയ്യുന്നു. പിന്നെ മറ്റൊരു കാര്യം ചെയ്യുന്നത്, എല്ലാ ക്രിസ്ത്യൻ പള്ളികൾ കേന്ദ്രീകരിച്ചാണ് ഇവർ കൂടുതലായിട്ടും ഇത് വിതരണം നടത്തുന്നത്. പള്ളിയിൽ അച്ഛന്മാരും അതുപോലെയുള്ള ആൾക്കാരും ഒക്കെയാണ്. പിന്നെ BJPയുടെ ആൾക്കാരും. അങ്ങനെ കൂടുതലായിട്ട് ഇങ്ങനെ ചെയ്യുന്ന ഒരു സംഭവം കൂടെ നമ്മൾ അനുഭവത്തിൽ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മൾക്കിപ്പോൾ ഒരു ഇതുമില്ല. ഇവർ പറയുന്ന സമയത്ത് പറയുന്നത് CSR ഫണ്ടുണ്ട്, പിന്നെ ടാക്സ് അടയ്ക്കുന്ന കുറവ് കിട്ടുന്നുണ്ട് എന്നൊക്കെയാണ്. പക്ഷേ അങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നും ഇല്ല. ഞങ്ങളിപ്പോൾ ഹോണ്ടയിലൊക്കെ അന്വേഷിക്കുന്ന സമയത്ത് അവർ പറയുന്നത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. ക്യാഷ് അടച്ചാൽ വണ്ടി കൊടുക്കും എന്നല്ലാതെ. പക്ഷേ ഇവർ ഒരൊറ്റ കാശ് പോലും അടച്ചിട്ടില്ലെന്ന്. ഞങ്ങൾക്ക് കാശ് കിട്ടിയിരിക്കണം. ഞങ്ങൾ 62,000 രൂപ അടച്ചവരുണ്ട്, അവർക്ക് 62,000 രൂപ കിട്ടണം. 60,000 അടച്ചവരുണ്ട്, അവർക്ക് 60,000 കിട്ടണം. 58,000 അടച്ചവരുണ്ട്, അവർക്ക് 58,000 കിട്ടണം. ഇത് മാത്രം ഞങ്ങളിപ്പോൾ ഓഗസ്റ്റ് 8-ന് അടച്ചതാണ്. ഞാനൊക്കെ ഞങ്ങളോട് ആദ്യം 45 ദിവസമെന്നും പിന്നീട് 6 മാസമെന്നുമാണ് പറഞ്ഞത്. ഇപ്പോൾ ഇത് 7 മാസം പൂർത്തിയായിരിക്കുകയാണ്. ഞങ്ങൾക്ക് കാശ് കിട്ടിയേ പറ്റൂ. ഞങ്ങൾ ഇന്ന് കാശ് കൊണ്ടേ പോകും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് തീരുമാനം ഉണ്ടായിരിക്കണം.